അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ ഗംഭീരമായൊരു വരവേൽപ്പാണ് വൈറ്റ് ഹൗസിൽ നൽകിയത്. 1.5 മണിക്കൂർ നീണ്ടുപോയ ചർച്ചയിൽ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ചയായി. ഇന്ത്യയുമായി മികച്ച വ്യാപാര കരാർ ഉണ്ടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം ലോകത്തിൻ്റെ നന്മയ്ക്കെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും അതുപോലെ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസും തത്സമയം ചേരുന്നു. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. മിസ്റ്റർ പി ജെയിംസ്, ആർ യു റെഡി? ഓക്കെ. ഇന്റർനാഷണൽ ഡെസ്കിൽ ജെയിംസ് റെഡിയായി കഴിഞ്ഞു. മധു കൊട്ടാരക്കര, താങ്കളും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അവരുടെ ഊഷ്മളമായ ഒരു സൗഹൃദം പങ്കിടുന്ന രീതിയിലായിരുന്നു അവരുടെ വാർത്താ സമ്മേളനം. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപ് എടുത്ത ചില നിലപാടുകളിൽ നിന്ന് അദ്ദേഹം പിന്നാക്കം പോയിട്ടില്ല എന്നതും നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് എസ്കെൻ, ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. US-മായി ഒരുമിച്ച് വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും. അതുപോലെ ഇരുവരും മുമ്പ് ഒരേ സമയം അധികാരത്തിലിരുന്ന കാര്യം ഓർത്തെടുക്കുകയും ചെയ്തു. അതിനേക്കാൾ വേഗത്തിൽ രണ്ടുപേരും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മോദി പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മോദി പറഞ്ഞത് അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥിരീകരിച്ച നിയമവിരുദ്ധരെ ഇന്ത്യ തിരിച്ചെടുക്കുമെന്നാണ്. മറ്റ് രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് ആ രാജ്യത്ത് ഒരു കാരണവശാലും താമസിക്കുവാൻ അവകാശമില്ലെന്നാണ് മോദി പറയുന്നത്. എന്നാൽ ഇവർ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടാണ് ഇവർ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെത്തിയത്. ഇവരെ വഴിതെറ്റിച്ചതാണ്. ഇവരെ കൊണ്ടുവന്ന മനുഷ്യക്കടത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ നശിപ്പിക്കുവാൻ അമേരിക്കയും ഇന്ത്യയും ഒരുമിച്ച് ശ്രമിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പയിൻ എസ്കെനെ എല്ലാവർക്കും അറിയാം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്. അതുപോലെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് മോദി പറഞ്ഞത്. മോദിയോടൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അതുപോലെ അജിത് ഡോവൽ എന്നിവരുണ്ടായിരുന്നു. മോദിയുടെ ഈ മറുപടിയായി പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. കഴിഞ്ഞ 4 വർഷത്തിലേറെ ഈ സൗഹൃദം തുടർന്നു പോവുകയായിരുന്നു. ഉറ്റ സുഹൃത്തുക്കളാണ് താനും മോദിയും എന്നാണ് പറഞ്ഞത്. നേരത്തെ എസ്കെൻ പറഞ്ഞതുപോലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതുപോലെ ഇന്ത്യക്ക് അമേരിക്കയുടെ എണ്ണയും വാതകവും ധാരാളം വാങ്ങുവാനുള്ള കരാറും ഉണ്ടാകും. അതുപോലെ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ എണ്ണയും വാതകവും അമേരിക്കയുടെ പക്കലുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഏറ്റവും നല്ല വാർത്ത, അമേരിക്ക ഇന്ത്യക്ക് F-35 ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ വിൽക്കും. അതോടെ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളുടെ രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ക്ലബ് ഉണ്ട്, അതിൽ ഇന്ത്യ ചേരുമെന്ന് ട്രംപ് പറഞ്ഞു. അത് മാത്രമല്ല, ഇന്ത്യയിലേക്ക് പ്രതിരോധ ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കും. ഗൗതം അദാനിയെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു മോദിയോട്. മോദി പറഞ്ഞത് 2 രാജ്യങ്ങളിലെ 2 ഭരണത്തലവന്മാർ ഒരിക്കലും ഇത്തരം വ്യക്തിഗത വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല എന്നാണ്. എസ്കെനെ, ഇങ്ങനെയൊക്കെയുള്ള നല്ല വാർത്തകൾ വരുമ്പോഴും കല്ലുകടിക്കുന്ന ചില വാർത്തകളും വാഷിംഗ്ടണിൽ നിന്ന് വരുന്നുണ്ട്. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ്, മോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് യാത്ര തിരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വ്യാപാര രംഗത്ത് മത്സരിക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ള താരിഫുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളിന് ഏറ്റവും കനത്ത ചുങ്കം ഇന്ത്യ ഏർപ്പെടുത്തിയ കാര്യം ട്രംപ് പറഞ്ഞു. ഇത് മാത്രമല്ല എസ്കെനെ, മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത്, ഏതാണ്ട് 800 അനധികൃത കുടിയേറ്റക്കാരെ ഉടൻ നാടുകടത്താൻ സാധ്യതയുണ്ട്. നിർഭാഗ്യവശാൽ 487 ഇന്ത്യൻ പൗരന്മാരുണ്ട്. ഈ 2ാം ബാച്ചിൽ 170 ഇന്ത്യക്കാരുമായിട്ട് ഈ ഫെബ്രുവരി 15-ാം തീയതി ഇന്ത്യയിലേക്ക് മറ്റൊരു സൈനിക വിമാനം പറന്നുയരും. അത് പഞ്ചാബ് അമൃത്സറിലായിരിക്കാം ഒരുപക്ഷെ ലാൻഡ് ചെയ്യുന്നത്. എസ്കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. പി ജെയിംസ്, ഒരു സുഹൃത്ത്, ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചു പോയി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കുകയാണ് ഏത് നേതാവിൻ്റെയും പ്രഥമ പരിഗണന. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ ചെയ്യാൻ കഴിഞ്ഞു കാണും എന്നാണ് നമ്മുടെ വിശ്വാസം. പറയൂ പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. എസ്കെൻ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. മറ്റേ ട്രംപിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല നയതന്ത്രജ്ഞതയും ഒരു ബിസിനസ് കാര്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹം അന്തസ്സ് കളഞ്ഞു കുളിച്ചു എന്നുള്ള പ്രയോഗം ശരിയല്ല. തീർച്ചയായിട്ടും അമേരിക്ക കുറച്ചും കൂടി ശക്തമായിട്ടുള്ള രാഷ്ട്രമാണ്. അവർ കുറച്ചും കൂടിയൊക്കെ ബാർഗെയിൻ ചെയ്യും. പ്രത്യേകിച്ച് ട്രംപ് ആ ഒരു ബാർഗെയിനിങ്ങിൻ്റെ ആളാണ്. അദ്ദേഹം അടിമുടി കച്ചവടക്കാരനാണ്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും, സുഹൃത്ബന്ധം ഒന്ന്,
അതിനപ്പുറത്തേക്ക് ബിസിനസ് വേറെ. കാരണം എസ്കേനിയും ട്രംപ് മോദിയെ കാണുന്നതിന് മുമ്പ് 1 മണിക്കൂർ മീഡിയയോട് സംസാരിച്ചിരുന്നു. അതിൽ മുഴുവൻ സംസാരിച്ചത് നികുതിയെക്കുറിച്ചാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ട്രംപ് പറഞ്ഞത് ഡിക്ഷണറിയിലെ ഏറ്റവും സുന്ദരമായ പദമാണ് നികുതി അല്ലെങ്കിൽ ടാരിഫ്. അപ്പോൾ അത് ചുമത്തി എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ളതാണ് ട്രംപിൻ്റെ നീക്കം. അത് തന്നെയാണ് അവിടെ നടന്നത്. എന്ന് മാത്രമല്ല എലോൺ മസ്കിനെ പോലൊരാൾ അവിടെ മുഴുവൻ ഓവറോൾ ചെയ്ത് നിൽക്കുന്നു. ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്, ഈ ട്രംപ് എലോൺ മസ്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറയാണ്. എന്ന് വെച്ചാൽ ടെസ്ല കാർ ഇന്ത്യയിൽ വന്നിട്ടില്ല, ലോകമെമ്പാടും ഇപ്പോൾ ഏറ്റവും പ്രിയമുള്ള കാറാണ്. ഒരു മാർക്കറ്റിംഗ് പരസ്യം പോലും കൊടുക്കാതെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന കാറായിട്ട് ടെസ്ല ഇലക്ട്രിക് കാർ മാറിയത്. സ്വാഭാവികമായിട്ടും എലോൺ മസ്കും നരേന്ദ്രമോദിയും തമ്മിൽ, പ്രധാനമന്ത്രിയും തമ്മിൽ ട്രംപിനെ കാണുന്നതിന് മുമ്പ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. വിവേക് രാമസ്വാമിയായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്കിൾ വാൾസായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ പലരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഒരുപക്ഷെ നമുക്ക് ആശങ്കപ്പെടാനുള്ള വേദി ഒരുപക്ഷെ ഉള്ളത് H-1B വിസ അമേരിക്ക കൊടുക്കുന്നതിൽ 72% ഇന്ത്യക്കാർക്കാണ്. പക്ഷേ ഇപ്പോൾ അത് ചൊല്ലി വലിയ ഒരു കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നു. എലോൺ മസ്ക് പറയുന്നു H-1B വിസയിലാണ് ഏറ്റവും മിടുക്കന്മാർ കയറി വരുന്നത്, അത് തടയാൻ പാടില്ല. പക്ഷേ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന തീവ്ര വലതുപക്ഷവാദികൾ പറയുന്നത് H-1B വിസ റെഡ്യൂസ് ചെയ്യണം, അത് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സംബന്ധിച്ച് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും കടുത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പം തന്നെ ഓയിൽ, അപ്പോൾ എണ്ണയും അതുപോലെ തന്നെ പ്രകൃതി വാതകങ്ങളും ഇന്ത്യക്ക് കൊടുക്കാൻ മാത്രം അമേരിക്കയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ അവർ തയ്യാറാണ്, ഇന്ത്യ അത് വാങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. ആയുധങ്ങൾ നൽകാൻ തയ്യാറാണ്. നേരത്തെ ആയുധങ്ങൾ നൽകാൻ തയ്യാറല്ലായിരുന്നു. അറിയാം, പാകിസ്ഥാനിൽ നടത്തിയ യുദ്ധങ്ങളിൽ ഇന്ത്യ ആ സമയങ്ങളിലൊക്കെ, കാർഗിൽ യുദ്ധത്തിലൊക്കെ ആയുധം ആവശ്യപ്പെട്ടിരുന്നു, അമേരിക്ക നൽകിയില്ല. ഇന്ന് അമേരിക്ക ഇന്ത്യക്ക് ആയുധം നൽകാൻ തയ്യാറാവുന്നു, ഡ്രോണുകൾ നൽകി. ഇനി മറ്റ് ആയുധങ്ങളും, പ്രത്യേകിച്ച് F-13 സ്റ്റെൽത്തർ വിമാനം, ഫൈറ്റർ ജെറ്റ് നൽകാമെന്ന് പറയുന്നു. ഇന്ത്യക്ക് ഇതുവരെ F-16 ആ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളൊന്നും നൽകിയിട്ടില്ല, ഒക്കെ പാകിസ്ഥാൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വലിയ വ്യത്യാസമാണ്. പിന്നെ ചൈനയുമായിട്ടുള്ള കാര്യത്തിലും അതിശക്തമായിട്ടുള്ള നിലപാടാണ് ട്രംപും മോഡിയും പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്വാഡ് സഖ്യത്തിന്റെ യോഗം ഇന്ത്യയിൽ നടത്താൻ പോകുന്നു. ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ വാമമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നാണ് ഹഗിൽ പറഞ്ഞത്. ഐ മിസ് മോഡി എ ലോട്ട്. ഞാൻ മോഡിയെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു എന്ന് ട്രംപ് പറഞ്ഞു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒരു കാര്യം കൂടി, നാലാമത്തെ ലോക നേതാവാണ് ട്രംപ് അധികാരമേറ്റ ശേഷം കാണുന്നത്. ആദ്യം കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്, പിന്നെ അബ്ദുള്ളയൊക്കെ കണ്ടു, ഇപ്പോൾ ഇതാ ട്രംപ് കണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. റഫീഖ് പറയുന്നത്, ചന്ദ്രൻ ചേട്ടാ 100% ഉറപ്പാണ് താങ്കൾ പറഞ്ഞത്, ട്രംപ് കാരണം ഇനി എന്തെല്ലാം നാശം ഉണ്ടാകും എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അതുപോലെ ഇർവിൻ പറയുന്നു 24-ന് നാണമില്ലേ ഇങ്ങനെ അമേരിക്കക്കെതിരെ റിപ്പോർട്ട് ചെയ്യാൻ. നമ്മൾക്കെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പി ജെയിംസ് പറഞ്ഞത് നല്ല വ്യാവസായിക താല്പര്യമുള്ള രാഷ്ട്രപതിയാണ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി കച്ചവടത്തിൻ്റെ കാര്യം അദ്ദേഹം സംസാരിക്കും. അമേരിക്കയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുപോലെ ഇന്ത്യയുടെ ദേശീയ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് കണ്ടെത്തി അത് മറ്റ് രാജ്യങ്ങൾ വളരെ നല്ല വാക്കുകളിൽ പറഞ്ഞ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യവും. അപ്പോൾ ഓരോ രാജ്യത്തിനും ഏറ്റവും പ്രധാനം അവരുടെ ദേശീയ താല്പര്യം തന്നെയാണ്. ഏത് വിദേശ നയത്തിൻ്റെയും അന്തർധാരയും അടിസ്ഥാനവും ഈ ദേശീയ താല്പര്യം തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ അമേരിക്കയ്ക്കെതിരെ, കാര്യം അമേരിക്ക നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് മലയാളികൾ അവിടെ IT ലോകത്തും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഒന്നും നമുക്ക് അവഗണിച്ചുകൊണ്ട് ഒരു നിലപാടൊന്നും എടുക്കാൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, ലോകത്തൊരു രാജ്യത്തെയും നമുക്കിപ്പോൾ അസ്പർശ്യത പറഞ്ഞ് മാറ്റി നിർത്താനും കഴിയില്ല. ഒരു ആഗോള ഗ്രാമം, ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള സങ്കല്പത്തിലേക്ക് നാട് നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ മാത്രമല്ല, ഈ അണുയുദ്ധത്തിൻ്റെയും അണുബോംബിൻ്റെയും കാലത്ത് വലിപ്പമല്ല പ്രധാനം, ആരാദ്യം ഇട്ടു. അണുബോംബ് ആരാണ് ആദ്യം ഇട്ടത്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ.